വബിൽ വാലിദൈനി മാതാപിതാക്കളോട് ഇഹ്സാന നന്മ പ്രവർത്തിക്കുക. ഇതിൽ നിന്ന് നമുക്ക് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. കാരണം അള്ളാഹു ഇതിനെ ചേർത്തു പറഞ്ഞത് എന്തിനോടാണ്? അവനോടുള്ള ഹക്കിനോട്, അവനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയോട് അള്ളാഹു ചേർത്തി പറഞ്ഞത് പടപ്പുകളിൽ മാതാപിതാക്കളോടുള്ള ബാധ്യതയോടാണ്. അതുകൊണ്ട് അത് എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഖുർആൻ ഒരിടത്തല്ല, വേറെയും ഇടങ്ങളിൽ കാണാം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹു അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിധിച്ചിരിക്കുന്നു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നും. കാരണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വരാൻ, ഈ ഭൂമിയിൽ ജനിക്കാൻ അള്ളാഹു കാരണമായി നിശ്ചയിച്ചിട്ടുള്ളത് അവൻ്റെ ഉമ്മയും ഉപ്പയുമാണ്. അവരോട് ഇഹ്സാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, ഇഹ്സാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, നന്മ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു. ഒരു കാര്യം അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ വിപരീതം അള്ളാഹു വിലക്കിയിരിക്കുന്നു, അതിൻ്റെ വിപരീതം ഹറാമാണ്. മാതാപിതാക്കൾക്ക് ഇഹ്സാൻ നിർബന്ധമാണ് എങ്കിൽ അതിൻ്റെ വിപരീതം കടുത്ത ഹറാമാണ്. ഇഹ്സാനിൻ്റെ വിപരീതം എന്താണ്? ഇഹ്സാനിൻ്റെ വിപരീതം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇസാ, ഇഹ്സാൻ്റെ നേരെ വിപരീതം, അവരോട് തിന്മ ചെയ്യുക, അവരെ ദ്രോഹിക്കുക, അവരെ സങ്കടപ്പെടുത്തുക, പ്രയാസപ്പെടുത്തുക. ഇത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. രണ്ടാമത്തേത് എന്താണ്? ഇഹ്സാനിൻ്റെ വിപരീതം നന്മ ചെയ്യുന്നതിൻ്റെ, നന്മ ചെയ്തു കൊടുക്കാതിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക. അതും ഗുരുതരമായ തെറ്റാണ്. പക്ഷെ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും ഗുരുതരം. നന്മ ചെയ്തു കൊടുക്കാതിരിക്കുക എന്നതിനേക്കാൾ ഗുരുതരമാണെന്ത്? ഉപദ്രവിക്കുക എന്നത്. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്നത് ഏറ്റവും കൊടിയ അക്രമമാണ്. അപ്പോൾ ഇത് രണ്ടും അള്ളാഹു വിലക്കിയിരിക്കുന്നു. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള നന്മകളാണ്. വാക്കുകൊണ്ട് നീ അവർക്ക് നന്മ ചെയ്യുക, നല്ലത് പറയുക. വാക്കുകൊണ്ട് നീ അവരെ ദ്രോഹിക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഖുർആനിൽ എന്തു പറഞ്ഞത്? സൂറത്തുൽ ഇസ്രായിൽ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഉഫ് എന്ന് വരെ നീ അവരോട് പറയരുത്. പ്രയാസമുണ്ടാക്കുന്ന ഒരു വാക്ക് നീ പറയരുത്. അതുപോലെ നിൻ്റെ ഹാലത്തിൽ, നിൻ്റെ ശരീരഭാഷയിലും നിൻ്റെ ഭാവത്തിലും നീ അവർക്ക് പ്രയാസം ഉണ്ടാക്കരുത്. പറയുന്നത് ചിലപ്പം നല്ല മനോഹരമായ ഭാഷയായിരിക്കും, പറയുന്ന ശൈലി മോശമാണെങ്കിലോ, വെറുപ്പ് പ്രകടമാകുന്ന ശൈലിയിലാണിത് പറഞ്ഞതെങ്കിലോ തെറ്റാണ്, പാടില്ല, തെറ്റാണ്, പാടില്ല. പ്രവർത്തനം കൊണ്ട് നീ അവരെ ദ്രോഹിക്കരുത്. ഫലാ തൻഹറുഹുമ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നീ അവരെ വിരട്ടരുത്, നീ അവരെ വിരട്ടാൻ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ വാക്ക് നീ അവരോട് പറയുക.